മറുപടി മാത്രമല്ല, കുനിച്ചു നിർത്തി ചിമിട്ടിന്റെ മൂട്ടിനിട്ട് രണ്ട് ഇടിയും കൊടുക്കും. ലോഡ് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും പ്രതികരിക്കാതെ നോക്കിയിരിക്കുകയാണ്. സാർ ഇടയിലേക്ക് ചാടി വീണ് ലോഡ് ഹുക്കാവൂ, അവനെ കൊല്ലൂ, മാറ്റി നിർത്തൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലോഡ് അനങ്ങുന്നില്ല. പെട്ടെന്ന് നോക്കുമ്പോ ഇംബുസുവിന് നമ്മുടെ ചിമിട്ടിനെ കാണാൻ സാധിക്കില്ല. അവൻ എവിടെയെന്ന് ലോഡിനോട് ചോദിക്കുമ്പോ അവൻ നറൂട്ടോടെ പുറകെ പോയിന്ന് ലോഡ് മറുപടി പറയും. നറൂട്ടോടെ കൂടെ പോയാല് അവൻ സേഫ് ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും അവൻ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞ് ലോഡ് സമാധാനിക്കുമ്പോ നറൂട്ടോയ്ക്ക് മനസ്സിലാവും തന്റെ പുറകെ ചിമിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അല്ല ചെക്ക, നിനക്ക് കിട്ടിയതൊന്നും പോരെ, പിന്നെ എന്തിനാണ് എന്റെ പുറകെ വരുന്നതെന്ന് ചോദിക്കുമ്പോ, എനിക്ക് നീ എന്റെ മുത്തശ്ശൻ എടുത്ത് കാണിച്ച സെക്സിയായ പെണ്ണായി മാറുന്ന വിദ്യ പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോ, അങ്ങനെ സംശയങ്ങൾ ചോദിച്ചും പറഞ്ഞും അവർ രണ്ടുപേരും നല്ല ചങ്ങാതിമാരായി തീരും. ഓക്കെ, നിന്റെ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നീ ഒരാളായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറയുമ്പോ അവിടെയുള്ള ഒരു സുന്ദരി പെണ്ണായിട്ട് മാറാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ചിമിട്ട്. പക്ഷെ ആയി മാറുന്നതോ ഒരാന പോലത്തെ പെണ്ണും. അങ്ങനെ ഒരുപാട് അടുത്ത് നിന്ന് നമ്മുടെ ചിമിട്ട് ഇതുപോലത്തെ കന്നന്തിരിവ് കാണിക്കുമ്പോ അടി മുഴുവൻ വാരി കൂട്ടുന്നത് പാവം നമ്മുടെ നറൂട്ടോ ആണ്. ഇതെന്താ എനിക്ക് മാത്രം അടി കിട്ടുന്നെന്ന് ചോദിക്കുമ്പോ നമ്മുടെ ചിമിട്ടാവട്ടെ, അത് ഞാൻ ലോഡിന്റെ കൊച്ചുമകൻ ആയതുകൊണ്ടാണ് ആരും എന്നെ തൊടാത്തതെന്ന് മറുപടി പറയും. അതൊന്നും സാരമില്ല, നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. നീ വിചാരിക്കും പോലെ ഹുക്കാകെ ആവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈവൻ എന്റെ ആഗ്രഹവും ഒരു ഹുക്കാകെ ആവുക എന്നതാണ്. ചിലപ്പോ അതിനായിട്ട് നീ എന്നെ തന്നെ ഡിഫീറ്റ് ചെയ്യേണ്ടതായി വരും. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആഗ്രഹിക്കാൻ കാരണമെന്ന് ചിമിട്ടിനോട് ചോദിക്കുമ്പോ, എനിക്ക് സുന്ദരമായ ഒരു പേരുണ്ട്, പക്ഷെ എവിടെ ചെന്നാലും എല്ലാവരും എന്നെ ലോർഡ് ഹുക്കാവോയുടെ കൊച്ചുമകൻ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. എനിക്ക് നല്ല ഫ്രണ്ട്സ് ഇല്ല, കൂട്ടുകാരില്ല, ആരുമില്ല. എല്ലാവർക്കും എന്നോട് റെസ്പെക്ട് മാത്രമാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ആള്, ഒരിക്കലും നീ വിഷമിക്കേണ്ട. നിന്നെ പോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു വന്നവനാണ് ഞാനും. ജീവിതത്തില് പലരും എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കഠിനാധ്വാനം ചെയ്യുകയാണ് ഒരു ഹുക്കാഗോ ആവാനായി. ഇതേ സമയം ലോർഡ് ഹുക്കാവോ ആ ഒരു ശില്പങ്ങൾക്ക് മുൻപിൽ വന്ന് നിൽക്കുമ്പോ ഹെറൂക്കോ സെൻസായി കടന്നു വന്നിട്ട് ഇവിടേക്ക് നറൂട്ടോ വന്നവന്ന് ലോഡിനടുത്ത് ചോദിക്കും. അവന് കൂടുതൽ പഠിക്കാനും അതിലൂടെ ജനങ്ങൾ അവനെ റെസ്പെക്ട് ചെയ്യാനുമാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിനായി അവനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോ ലോഡാവട്ടെ, ഒരിക്കലും ജനങ്ങൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോർത്ത് ഹുക്കാഗോ അവനെ ഒരു ഹീറോ ആയിട്ട് കാണണമെന്നാണ് ആഗ്രഹിച്ചത്. നറൂട്ടോ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം ജീവൻ ത്യാഗമായി നൽകി ഒരു ഗ്രാമത്തെ മുഴുവനായിട്ടും രക്ഷിച്ചു. മുതിർന്നവർക്കും പഴയ തലമുറകളിലുള്ളവർക്കും അവന്റെ ഉള്ളില് ഇപ്രകാരം ഒരു ബീസ്റ്റ് ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അകൽച്ച പാലിക്കുന്നത്. പക്ഷെ കുട്ടികൾക്ക് അതൊന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് നറൂട്ടോയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ലോഡ് പറയും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് നമ്മുടെ നറൂട്ടോയും ചിമിട്ടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടേക്ക് ചിമിട്ടിന്റെ ഇപ്പോഴത്തെ ട്രെയിനർ വന്ന് നറൂട്ടോയെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങും. ഇത് കേട്ട നറൂട്ടോ ആവട്ടെ, എനിക്ക് നിന്റെ കൂടെ വരണ്ടാന്ന് പറഞ്ഞ് ആ ഒരു സെക്സി ലേഡി ആയിട്ടുള്ള ടെക്നിക്ക് അവന്റെ മാസ്റ്ററിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കും. മാസ്റ്റർ ഒരൊന്നൊന്നര കോടി ആയതുകൊണ്ട് തന്നെ ഈ കാര്യം കണ്ട് വണ്ടടിച്ചു നിൽക്കും. മാസ്റ്റർ വീണ്ടും വീണ്ടും നറൂട്ടോയെ കുറിച്ച് കുറ്റം പറയുമ്പോ കലിമൂത്ത നറൂട്ടോ ആവട്ടെ അവന്റെ ഒരുപാട് ക്ലൗൺസിനെയും അതുപോലെ തന്നെ സെക്സി ലേഡിനെയും ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മാസ്റ്ററിനെ ഇടിച്ച് പഞ്ഞിക്കിടും. ഗ്ലോബിലൂടെ ഈ കാര്യങ്ങളെല്ലാം കണ്ട ലോർഡ് ഹുക്കാഗോയ്ക്ക് വരെ ഇപ്പൊ നമ്മുടെ നറൂട്ടോനെ കുറിച്ച് പേടിയാവുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിദ്യ ഉപയോഗിച്ചത്, എന്നെ കൂടെ ഇത് പഠിപ്പിച്ചു തരുമെന്ന് ചിമിട്ട് ചോദിക്കുന്ന അതേ നിമിഷത്തില് അവൻ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കും. എനിക്ക് ഒരു ഹുക്കാഗോ ആകണമെങ്കിൽ തീർച്ചയായിട്ടും നറൂട്ടോയുമായിട്ടും ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സ് അല്ല, നമ്മൾ ശത്രുക്കളാണെന്ന് ചിമിട്ട് നറൂട്ടോയുടെ അടുത്ത് പറയും. നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് നിന്നെ പോലെ ഒരു ചിമിട്ടിനെ ക്ലാസ് എടുത്തു തരാൻ സമയമില്ല, എനിക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നറൂട്ടോ പോകുമ്പോ ഈ കാര്യം കണ്ട് നമ്മുടെ ലോഡിന് ഒരുപാട് ഹാപ്പി ആവും. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ചാടി എഴുന്നേറ്റ നറൂട്ടോ കലണ്ടറിൽ നോക്കുമ്പോ അന്ന് 15-ാം തീയതിയാണ്. ഇപ്പോ ആളൊരു നിഞ്ച ആയതുകൊണ്ട് തന്നെ ബെൽറ്റ് ഒക്കെ കെട്ടി സെറ്റായി പുറത്തേക്ക് പോകുമ്പോ കോൻഹമാരു, അതായത് നമ്മുടെ ചിമിട്ടൻ അവന്റെ മുൻപിലേക്ക് വരും. നറൂട്ടോനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനാണ് ചിമിട്ട് ഇപ്പൊ അവിടേക്ക് വന്നിട്ടുള്ളത്. ഞാനിപ്പോ വെറും ഒരു ലോക്കൽ നിഞ്ചയല്ല, അതിനൊക്കെ കഴിഞ്ഞും ഒരുപടി മേലെയാണ്. എനിക്ക് ക്ലാസ്സിന് പോകാൻ സമയം എന്ന് പറഞ്ഞിട്ട് അവൻ ക്ലാസ്സിലേക്ക് പോകും. കട്ട് ചെയ്താല് അവന്റെ ക്ലാസ്സിൽ തന്നെയുള്ള സാക്കുറ എന്ന് പറഞ്ഞ ഒരു സുന്ദരി കുട്ടിയെ കാണിക്കും. അവള് കണ്ണാടിയിലൊക്കെ നോക്കി കുറച്ച് മോഡേൺ ആയി സെറ്റായി പുറത്തേക്ക് വരുമ്പോ
സ്ട്രീറ്റിൽ വെച്ച് അവളുടെ മുഖ്യ ശത്രുവായിട്ടുള്ള ഈനോയെ കാണും. പരസ്പരം ആദ്യം സോപ്പിട്ട് പിന്നെ കുശുമ്പ് പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് മുട്ടൻ തെറിയും പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും ഓട്ട മത്സരം ആരംഭിക്കും. ക്ലാസ്സിലിരിക്കുന്ന നമ്മുടെ കുട്ടൻ നറൂട്ടോയുടെ അടുത്ത് മറ്റുള്ളവര് കളിയാക്കാൻ ചെല്ലുമ്പോ നല്ല സ്റ്റൈലായിട്ട് അവന്റെ ബാൻഡൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആള്. ഏനോയും സാക്കുറയും അടി കൂടിക്കൊണ്ട് ക്ലാസ്സിലേക്ക് വരുമ്പോ സാക്കുറ ആവട്ടെ ഇപ്പൊ നറൂട്ടോനെ ഒന്ന് സൂക്ഷിച്ചു നോക്കും. ഇതെന്തപ്പോ ഇവളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് ഇവളെ ഇഷ്ടാന്നുള്ള കാര്യം ഇവൾ അറിഞ്ഞോ? സില്ലി ഗേൾ. എന്നാൽ ഒരു ഹഗ് കൊടുത്താലോ എന്ന് കരുതി അവൻ ചാടി എഴുന്നേക്കുമ്പോ സാക്കുറ ഓടി വന്ന അവനെ ഇടിച്ചിട്ട് പുതിയതായിട്ട് വന്ന സസൂക്കയുടെ അടുത്തേക്കാണ്. സസൂക്ക എല്ലാ പരീക്ഷകളിലും ഒന്നാമനായിട്ട് ജയിച്ചു വന്നതാണ്. സസൂക്കയെ വായി നോക്കുന്ന കണ്ട അവളോട് നമ്മുടെ ആൾക്ക് നല്ല കുശുമ്പും ദേഷ്യം വരും. ഞാനാണോ അതോ അവനാണോ എന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് നറൂട്ടോ അവനുമായിട്ട് കണ്ണും കണ്ണും കോർത്ത് അവനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നൈസായിട്ട് രണ്ടുപേരും ഒരു കിസ് അടിക്കും. പാവം നമ്മുടെ സാക്കുറായുടെ താജ്മഹല് ഒറ്റയടിക്ക് തകർന്നു പോയി. പിന്നെ പറയാനുണ്ടോ? തല്ല്, അടി, വഴക്ക്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ലോഡ് അദ്ദേഹത്തിന്റെ ഗ്ലോബിലൂടെ കണ്ടോണ്ടിരിക്കുകയാണ്. അവിടേക്ക് അവരുടെ മാസ്റ്റർ വന്ന് എല്ലാവരെയും 3 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ തുടങ്ങും. സസൂക്കയുടെ ഗ്രൂപ്പില് ആരായിരിക്കും എന്നാണ് എല്ലാവർക്കും ആകാംക്ഷ. പക്ഷെ ലിസ്റ്റ് വന്നപ്പോ 7 ഗാർഡ്സ് ആയിട്ട് നറൂട്ടോയും സസൂക്കയും സക്കൂറയുമാണ്. സാക്കുറ വന്നതില് നമ്മുടെ ആള് ഹാപ്പി ആണെങ്കിലും സസൂക്കയെ തീരെ ഇഷ്ടാവാതെ നറൂട്ടോ എഴുന്നേറ്റ് നിന്ന്, സാർ എനിക്ക് ഗ്രൂപ്പ് വേണ്ട, ഈ മുടിഞ്ഞ ലുക്കുള്ള തെണ്ടിയെ എന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കണം. പക്ഷെ സാർ അത് ഒന്നും തന്നെ അനുവദിക്കുകയില്ല. ഈനോയ്ക്കിപ്പോ സസൂക്കയുടെ ഗ്രൂപ്പില് പോകാൻ പറ്റാത്ത വലിയ കുശുമ്പിലാണ്. നറൂട്ടോ ആകെ ഡിപ്രഷൻ അടിച്ച് മേലേന്ന് താഴോട്ട് നോക്കുമ്പോ സസൂക്ക ആവട്ടെ നൈസായിട്ട് ഒരു വിൻഡോയുടെ അടുത്ത് നിന്ന് ഫുഡ് കഴിക്കുകയാണ്. അഹങ്കാരിയായിട്ടുള്ള ഈനോ അവളുടെ ഗ്രൂപ്പിലുള്ളവരെ പുച്ഛിക്കുമ്പോ അവര് തിരിച്ചും പുച്ഛിക്കും. ഇതേ സമയത്ത് നറൂട്ടോ സസൂക്ക നിൽക്കുന്ന ആ ഒരു ജനൽ വഴി അകത്തേക്ക് കയറുന്നത് അവള് കാണും. നിമിഷങ്ങൾക്കകം സസൂക്ക ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തേക്ക് വരുന്നതും അവര് കാണും. അടുത്തതായി കാണിക്കുന്നത് ദിവാസ്വപ്നം കണ്ടിരിക്കുന്ന സാക്കുറായെയാണ്. സസൂക്കയെ കുറിച്ച് ആലോചിച്ച് നേരെ നോക്കുമ്പോ ദാ കിടക്കുന്ന മുൻപില് സാക്ഷാൽ സസൂക്ക. അവനിപ്പോ അവളെ പൊക്കിയടിച്ച് നിനക്ക് നറൂട്ടോയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. അവൻ ഒരു മന്ദബുദ്ധിയാണ്, വെറും പൊട്ടെന്ന് പറയുമ്പോ സസൂക്കയുടെ വയറിന് ചെറിയൊരു പണി കിട്ടി അവൻ അവിടുന്ന് ഓടാൻ തുടങ്ങും. അത് യഥാർത്ഥത്തിൽ സസൂക്കയല്ല, സാക്ഷാൽ നറൂട്ടോയാണ്. റിയൽ സസൂക്ക എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പുറത്തെത്തി സാക്കുറയുടെ അടുത്തെത്തി നീ നറൂട്ടോയെ കണ്ടോ എന്ന് അവളുടെ അടുത്ത് ചോദിക്കും. ആ തലതെറിച്ചവനെ കുറിച്ച് എന്നോട് ചോദിക്കണ്ട, അവൻ അച്ഛനോ അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന് ബേസിക് മാനേഴ്സ് പോലും ഇല്ലാന്ന് പറഞ്ഞ് അവള് വീണ്ടും വീണ്ടും കുറ്റം പറയുമ്പോ പാരന്റ്സ് ഇല്ലാന്ന് പറഞ്ഞത് സസൂക്കയ്ക്ക് തീരെ പിടിക്കില്ല. കക്കൂസിൽ പോയി ഭാരമിറക്കിയ നമ്മുടെ നറൂട്ടോ വന്നു പെടുന്നത് സസൂക്കയുടെ അടുത്താണ്. ക്ലൗൺസ് ക്രിയേറ്റ് ചെയ്ത് അവനെ അടിച്ചു തോൽപ്പിക്കാൻ നോക്കുമെങ്കിലും എല്ലാ ക്ലൗൺസിനും വയറുവേദന എടുത്ത് അവരിപ്പോ ബാത്റൂമിൽ പോകാനായിട്ട് അടിപിടി കൂടും. സസൂക്കയുടെ മുന്നില് ഒരു നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ പെങ്കൊച്ച് നറൂട്ടോയായിട്ട് കമ്പനി അടിക്കാൻ ആരംഭിക്കും. പക്ഷെ എന്താ ചെയ്യാ, വീണ്ടും വയറിനെട്ടിന്റെ പണി കിട്ടി അവൻ ബാത്റൂമിലേക്ക് ഓടുമ്പോ കലി പൂണ്ട് അലറുകയാണ് നമ്മുടെ പെങ്കൊച്ച്. അങ്ങനെ വീണ്ടും വീണ്ടും കക്കൂസിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട നമ്മുടെ നറൂട്ടോയെ കാണിച്ചുകൊണ്ട്